സിന്ധു നദീതട നാഗരികതയുടെ ഭാഗമായി ഇന്ത്യൻ സംസ്ഥാനമായ പഞ്ചാബിലെ രൂപ്നഗർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നഗരം ഇപ്പോൾ രൂപ്നഗർ എന്നറിയപ്പെടുന്നു. സിന്ധു നദീതട നാഗരികതയുടെ വലിയ നഗരങ്ങളിൽ ഒന്നാണിത്. ചണ്ഡീഗഡിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഏകദേശം 43 കിലോമീറ്റർ അകലെയായാണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഹരിയാനയിലെ ഫത്തേഹാബാദ് ജില്ലയിൽ സിന്ധു നദീതട സംസ്കാര കാലഘട്ടത്തിലെ ഒരു പുരാവസ്തു കേന്ദ്രമുണ്ട്. ഇത് കലിബംഗനിൽ നിന്ന് 120 കിലോമീറ്റർ വടക്ക് കിഴക്കും ഫത്തേഹാബാദിൽ നിന്ന് 16 കിലോമീറ്ററും അകലെയാണ്. വറ്റിപ്പോയ സരസ്വതി നദിയുടെ ഇടത് കരയിലാണ് നേരത്തെ വനവാലി എന്നറിയപ്പെട്ടിരുന്ന ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. വറ്റിവരേണ്ട സരസ്വതി നദിയുടെ താഴത്തെ മധ്യ താഴ്വരയിൽ സ്ഥാപിതമായ ഒരു പട്ടണമായ കലിബംഗനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സരസ്വതി നദിയുടെ മുകളിലെ മധ്യ താഴ്വരയിലാണ് ഈ കേന്ദ്രം നിർമ്മിച്ചിരിക്കുന്നത്. അതെ, റോപ്പറും ബാണാവാലിയും. പഞ്ചാബിൽ സത്ലജ് നദിയുടെ തീരത്തുള്ള ഇവിടെ ഉത്ഖനനം നടത്തിയത് വൈഡി ശർമ്മയാണ്. ഇന്ത്യ സ്വതന്ത്രമായ ശേഷം ആദ്യം കണ്ടെത്തിയ ഹാരപ്പൻ നഗരമാണിത്. മനുഷ്യനൊപ്പം നായ്ക്കളെയും അടക്കം ചെയ്തതിന് തെളിവ് ലഭിച്ചത് റോപ്പറിൽ നിന്നാണ്. ഹരിയാനയിലെ ഹിസാർ ജില്ലയിൽ ഘഗ്ഗർ നദിയുടെ തീരത്താണിത്. ഗുജറാത്തിലെ കത്തിയവാഡ് പ്രദേശത്താണ് രംഗ്പൂർ. രോച്ഡിയും ഗുജറാത്തിലാണ്. ഗുജറാത്തിലെ സുർക്കാത്താടയിൽ നിന്ന് 2000 BCയോട് അടുത്തു പഴക്കമുള്ള കുതിരയുടെ അവശിഷ്ടങ്ങൾ കണ്ടുകിട്ടിയിട്ടുണ്ട്. കോട്ട് ദിജി സിന്ധിലാണ്, അതായത് പാകിസ്ഥാൻ. കുള്ളിയും പാകിസ്ഥാനിലാണ്. പ്രധാന വിളകൾ ഗോതമ്പും ബാർലിയുമായിരുന്നു. നെൽകൃഷി സംബന്ധിച്ച തെളിവുകൾ ലോത്തൽ, രംഗ്പൂർ എന്നീ സ്ഥലങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ലോകത്താദ്യമായി പരുത്തി, അതായത് കോട്ടൺ കൃഷി ചെയ്തത് സിന്ധു നദീതട നിവാസികളാണ്. മനുഷ്യൻ ആദ്യമായി മെരുക്കി വളർത്തിയ മൃഗമാണ് നായ. മനുഷ്യർ ആദ്യമായി വളർത്തിയ ധാന്യങ്ങൾ ഗോതമ്പും ബാർലിയുമായിരുന്നു. സിന്ധു നദീതട നിവാസികൾ മാംസാഹാരവും ഭക്ഷിച്ചിരുന്നു. സിന്ധു നദിയുടെ നിവാസികൾ കാള, എരുമ, ഒട്ടകം, ആട്, പന്നി, ആന എന്നിവയെ വളർത്തിയിരുന്നു. പിൽക്കാലത്ത് ആര്യന്മാർക്ക് സുപരിചിതമായിരുന്ന കുതിര സൈന്ധവ ജനതയ്ക്ക് അജ്ഞാതമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മാത്രം ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളെല്ലാം ഈ വീഡിയോയുടെ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് ഇനി വരുന്ന വീഡിയോകളിൽ വരുത്തണോ, അതോ ഇനി വേറെ കണ്ടൻറ്റുകൾ ഞാൻ അപ്ലോഡ് ചെയ്യണോ, എല്ലാം കമൻറ്റായി രേഖപ്പെടുത്തുക. എൻ്റെ ഈ ചാനൽ തുടർന്നുള്ള വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ മാത്രം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോകൾ ഇനിയും ലഭിക്കാനായി മാത്രം തുടർന്ന് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. So see you guys, bye bye.